മുണ്ടക്കൈ ചൂരൽമല ദുരന്തം നടന്നിട്ട് 2 വർഷം പൂർത്തിയാകുമ്പോൾ അവിടുത്തെ ഇപ്പോഴത്തെ സാഹചര്യം എന്താ? ആ ജനതയ്ക്ക് പറയാനുള്ളത് എന്ത്? അങ്ങനെയല്ലാതെ ന്യൂസ് ടെൻസിന് ഇന്ന് ആരംഭിക്കാനാവില്ല. ഞങ്ങളുടെ പ്രതിനിധികൾ MS അനീഷ് കുമാറും ജയരാജും ആണ് അവിടെ നിന്ന് ചേരുന്നത്. അതിനു മുമ്പ് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പ്രേക്ഷകരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരിലേക്ക് എത്താം. ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പുഞ്ചിരിമട്ടം എന്ന ആ പ്രദേശം അത് അതിമനോഹരമായ ഒരിടമായിരുന്നു. കേരളത്തിൻ്റെ ഗ്രാമീണ തനിമ വിളിച്ചോതുന്ന ഒരു ഭൂപ്രദേശം ആയിരുന്നു. അങ്ങനെ ഒരു ഭൂപ്രദേശം അവിടെ ഉണ്ടായിരുന്നു എന്ന് ഇന്നത്തെ തലമുറയ്ക്ക് അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക്, അവിടേക്ക് ആ ഭൂമി നേരത്തെ കണ്ടിട്ടില്ലാത്ത ആളുകൾക്കൊന്നും അവിടെ എത്തുമ്പോൾ അത് വിശ്വസിക്കാൻ സാധിക്കില്ല. ആ രീതിയിൽ ഉള്ള കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രളയങ്ങളിൽ ഒന്നായിരുന്നു അന്ന് സംഭവിച്ചത്. അത് 2024 ജൂലൈ 30 ആ ദുരന്തത്തിൻ്റെ 2ാം വാർഷികം ആണ് ഇന്ന്. ഒപ്പം ഇതാ അങ്ങനെയൊരു മഹാപ്രളയത്തിൽ ഇല്ലാതായത് ഒരു ഭൂപ്രദേശം ആണ് എന്ന് തന്നെ പറയുമ്പോൾ, മേപ്പാടി പഞ്ചായത്തിൽ ആണ് ഈ ഭൂപ്രദേശം ഉണ്ടായിരുന്നത്. അവിടുത്തെ 3 വാർഡുകൾ, 10, 11, 12 വാർഡുകൾ ഒന്നടങ്കം തന്നെ ഇല്ലാതായി ആ പ്രളയത്തിൽ എന്നതായിരുന്നു അന്നത്തെ സാഹചര്യം. ഈ ഒരു ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയാൻ പോലും പറ്റാത്ത തരത്തിൽ ആയിരുന്നു വലിയ മണ്ണിടിച്ചിൽ അന്ന് അനുഭവപ്പെട്ടത്. വലിയ ദുരന്തമായിരുന്നു. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തം. അങ്ങനെയൊരു ദുരന്തത്തിൽ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് 298 പേർ ആണ് മരണപ്പെട്ടത്. ഇത് പാർലമെൻറ്റിൽ തന്നെ പുറത്തു വന്ന ഔദ്യോഗികമായ ഡേറ്റയാണ്. പ്രിയ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കേണ്ടത്, ഈ മരണസംഖ്യ തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം എന്നുള്ളതാണ്. ഒരു പക്ഷേ അപ്രതീക്ഷിതമായി ആരെങ്കിലും ഇതിൽ പെട്ടുപോയിട്ടുണ്ടോ, ഉറ്റവരും ഉടയവരും ഒന്നുമില്ലാതെ അവിടെ എത്തിയവർ, അങ്ങനെയൊക്കെ ആരെങ്കിലും ഉണ്ട് എങ്കിൽ മാത്രമാണ് ഈ കണക്കുകളിൽ തെറ്റ് സംഭവിക്കുക. ഒപ്പം 32 ആളുകളെ കാണാതായി. അതായത് മൃതദേഹാവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ലഭ്യമാകാത്ത സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ആ 32 പേരെയും മരണപ്പെട്ടവരുടെ കണക്കിൽ ആണ് പെടുത്തിയിട്ടുള്ളത്. സാധാരണ ഒരാൾ കാണാതായി കഴിഞ്ഞാൽ അതിന് നിയമപരമായ സാങ്കേതികമായ തടസ്സങ്ങളൊക്കെ ഉണ്ട്. അയാൾ മരണപ്പെട്ടു എന്ന് സ്ഥിരീകരിക്കുന്നതിന് അതിനൊരു നിശ്ചിത വർഷം ഒക്കെ കഴിയണം. പക്ഷേ ഇങ്ങനെ പ്രളയം ഉണ്ടാകുമ്പോൾ ആ ഭൂപ്രദേശത്ത് നിന്നുള്ള ആളുകളെ കാണാതായാൽ അവരുടെ ബന്ധുക്കൾക്ക്, ഉറ്റവർക്ക്, ഉടയവർക്കൊക്കെ ആനുകൂല്യങ്ങളടക്കം ലഭിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൂടി മരണപ്പെട്ടവർ ആയി കണക്കാക്കുന്നത്. ഇനി ഇതാ ഒരു തിരിച്ചുവരവിനുള്ള അശ്രാന്ത പരിശ്രമത്തിൽ ആയിരുന്നു നമ്മുടെ ഭരണകൂടം, ഒരു ജനത. കാരണം മുണ്ടക്കൈ ചൂരൽമല ദുരന്തം ഉണ്ടായതിനു ശേഷം അവരുടെ പുനരധിവാസത്തിന് വേണ്ടി, അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടക്കം വലിയ സംഭാവനകൾ ആണ് ആളുകൾ നൽകിയത് എന്നതാണ് എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഉത്തരവാദിത്വം രാഷ്ട്രീയ പാർട്ടികളടക്കം ഏറ്റെടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. നമ്മൾ അതിൻ്റെ വിവരങ്ങളിലേക്ക് പോകുമ്പോൾ, സർക്കാർ, അതായത് ഈ ഭൂപ്രദേശത്ത് 410 വീടുകൾ ആണ് നിർമ്മിച്ച് നൽകേണ്ടത്. അതിൽ 178 വീടുകൾ ആണ് ഇപ്പോൾ പൂർത്തിയായിട്ടുള്ളത് എന്നതാണ്. ഈ 178 വീടുകളിൽ നിലവിൽ 150 വീടുകളിൽ ആണ് താമസവും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നമ്മൾ മറ്റു ചില വിവരങ്ങളിലേക്ക് കൂടി പോകുന്നു. അതായത് ഇത് സർക്കാർ നിർമ്മിച്ചു നൽകിയ വീടുകളാണ് എങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഈ വീടുകൾ നിർമ്മിച്ചു നൽകുന്നത് ഉൾപ്പെടെയുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തിരുന്നു എന്നതാണ്. ഇപ്പോൾ ഈ 2ാം ഘട്ടം, അതായത് സർക്കാർ നിർമ്മിക്കുന്ന വീടുകൾ നേരത്തെ സൂചിപ്പിച്ചു, 410 വീടുകൾ, അതിൽ 178 വീടുകൾ പൂർത്തിയായിട്ടുണ്ട്. 150 വീടുകളിൽ താമസം തുടങ്ങി. ഇനി ഇതാ 2ാം ഘട്ടം. അവിടെയാണ് ഈ മുണ്ടക്കൈയിൽ നിന്ന്, ചൂരൽമലയിൽ നിന്ന് അടക്കമുള്ള വാർത്തകൾ കൂടുതലായി നൽകേണ്ടി വരുന്നത്. 2ാം ഘട്ട വീടുകൾ എന്നത് 149 വീടുകൾ ആണ്. ആ വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് വിവരം. ഇനി 1-2 കാര്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരുമായി സൂചിപ്പിച്ചു പോകാം. ഇതാ മുസ്ലിം ലീഗ് നൽകിയ വീട്. മുസ്ലിം ലീഗ് നൽകിയ വീടുകൾ എന്നത് 105 വീടുകൾ ആണ്. അതിൽ 51 വീടുകളിൽ ആണ് ഇപ്പോൾ ആളുകൾ താമസിക്കുന്നത് എന്നതാണ് ഇപ്പോഴത്തെ വിവരം. ഇനി കോൺഗ്രസ് പാർട്ടിയും വീട് നൽകും എന്ന് ഉറപ്പ് നൽകിയിരുന്നു. പക്ഷേ കോൺഗ്രസ് നൽകിയ, അല്ലെങ്കിൽ കോൺഗ്രസ് നിർമ്മിക്കും എന്ന് പറഞ്ഞ വീടുകളുടെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ തുടക്കത്തിൽ ആണ് എന്നതാണ്. ദുരന്തം നടന്ന് 2 വർഷം പിന്നിടുമ്പോൾ പോലും കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത്, ഇതിപ്പോൾ ലീഗ് നിർമ്മിച്ചു നൽകിയ വീടാണെങ്കിൽ കോൺഗ്രസും വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞിരുന്നു. അതാകട്ടെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. കുന്നംപറ്റിയിൽ ആണ് ഈ കോൺഗ്രസിൻ്റെ വീടുകൾ നിർമ്മിക്കുന്നത്. അവിടെ പ്രാരംഭ പണികൾ മാത്രമാണ് ആരംഭിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രാഷ്ട്രീയമായ വാദപ്രതിവാദങ്ങളൊക്കെ നടന്നത് നമ്മൾ കണ്ടതാണ്. മറ്റ് ഡേറ്റകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാം. അതിനു മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ടത് കയറിക്കിടക്കാൻ ഒരിടം. അതാണല്ലോ
അതിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത്? നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ പുനരധിവാസത്തിന് വേണ്ടി ശ്രമിക്കുന്ന ആ ഇടത്ത് നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അതിൽ MS അനീഷ് കുമാറും ഒപ്പം ജയരാജിലേക്കും ആണ് ഞാൻ പോകുന്നത്. അനീഷ്, മറ്റെന്തിലും പ്രധാനമാണല്ലോ കഴിക്കാനുള്ള വസ്ത്രം, ഉടുക്കാനുള്ള വസ്ത്രം, കഴിക്കാനുള്ള ഭക്ഷണം, ഉടുക്കാനുള്ള വസ്ത്രം, താമസിക്കാൻ ഒരിടം. ഇതാണ് മനുഷ്യൻ്റെ ഏറ്റവും പ്രാഥമികമായ ആവശ്യം. അതെല്ലാം നഷ്ടപ്പെട്ടവരാണ് മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ജനങ്ങൾ. അതിൽ ഈ താമസ സൗകര്യം അടക്കമൊക്കെ വാഗ്ദാനം നൽകുമ്പോൾ ഇപ്പോഴും വാടക വീട്ടിൽ നിന്ന് എത്രത്തോളം ആളുകൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കുന്നുണ്ട്? എന്ത് ആണ് അവിടുത്തെ ഒരു പശ്ചാത്തലം ഇപ്പോൾ അനീഷ്? അഭിലാഷ്, നമുക്ക് ആദ്യം ഈ ഹൃദയഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് ആരംഭിക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കബറിടത്തിലാണ്, അല്ലെങ്കിൽ ഒരു ചെറിയ 2-3 കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ കബറിടത്തിനോട് ചേർന്ന് നിൽക്കുന്നു. നിവേദ്, ധ്യാൻ, ഇഷാൻ, അതായത് 9, 7, 4 വയസ്സുള്ള 3 കുട്ടികൾ. മുള്ളത്ത് തെരുവെന്ന വീട്ടിലെ ഒറ്റ വീട്ടിൽ നിന്ന് മാത്രം ജീവൻ നഷ്ടമായ കുട്ടികളാണ്. നമുക്ക് കബറിനോട് ചേർന്ന് തന്നെ നോക്കിയാൽ വൈകാരികമായ, അതായത് നോക്കി നിന്നാൽ കണ്ണ് നിറയുന്ന തരത്തിലുള്ള ദൃശ്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഈ പാർക്കിംഗ് ബേയിലൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട പോലെ നിരവധി കാറുകൾ അവിടെ വെച്ചിരിക്കുന്നതാണ്. ഈ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങളായിരുന്നു. നിവേദിനും ധ്യാനും ഇഷാനും ഒക്കെ ഏറ്റവും ഇഷ്ടം കാറുകളോടായിരുന്നു. അതുകൊണ്ട് അവരുടെ കുടുംബാംഗങ്ങൾ, അനീഷും സൈനയും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് തവണ നമ്മളിലൊക്കെ വന്നതും ഒരുപാട് നമ്മുടെ കണ്ണ് നിറയിച്ചതുമായ ഒരു കുടുംബമാണ്. അവരുടെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സമ്മാനങ്ങൾ ആ കബറിൽ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അതിൽ കാറുണ്ട്, ഹെലികോപ്റ്ററുണ്ട്, ജീപ്പുണ്ട്, സൂപ്പർമാനുണ്ട്, ഒപ്പം ചെറിയ കണ്ണടകളുണ്ട്, അവർക്കായി ചില്ലറ നാണയങ്ങൾ നൽകുന്നുണ്ട്, പേനയുണ്ട്, മറ്റ് പലതരത്തിലുള്ള കളിപ്പാട്ടങ്ങൾ അവിടെ നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. നമുക്ക് ഏറ്റവും ആദ്യം തന്നെ ഇവിടെ വരുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നത് ഈ ദൃശ്യങ്ങൾ തന്നെയാവും. അതിൻ്റെ തൊട്ടപ്പുറത്താണ് അവരുടെ വല്യമ്മ രാജമ്മ എന്ന അവരുടെ അമ്മ. ഈ അനീഷിൻ്റെ അമ്മയും അന്ന് ദുരന്തത്തിൽ മരിച്ചിരുന്നു. അങ്ങനെ ഒരു കുടുംബത്തിലെ 4 പേരാണ്. അതിൽ ഈ 3 കുഞ്ഞുങ്ങളുടെ വേർപാട് അന്ന് തന്നെ വലിയ ഒരു വേദനയായി മാറിയിരുന്നു. എന്തായാലും ആ കബറിങ്കൽ ആണ് ഇപ്പം പലരും വന്ന് ഇതുപോലെ അവരുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ നൽകി പോകുന്നത്. ഒപ്പം ഹൃദയഭൂമി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇതൊരു അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിൻ്റെ ഭൂമി തന്നെയാണ്. കാരണം ഇവിടെ മതവ്യത്യാസങ്ങളില്ല, മറ്റ് രാഷ്ട്രീയ ഭേദങ്ങളൊന്നുമില്ല. കുരിശുകൾ കാണാം, ഓം കാണാം, ഒപ്പം മറ്റ് മുസ്ലിം ചിഹ്നങ്ങൾ കാണാം. അങ്ങനെ എല്ലാ തരത്തിലും ഒരു ഹൃദയത്തിൻ്റെ ഭൂമിയായി ഇത് മാറുകയാണ്. നമുക്കൊപ്പം ഇവിടുത്തെ ആളുകൾ തന്നെ ചേരുന്നുണ്ട്. ഒരു വല്ലാത്ത ഓർമ്മകളുടെ ഒരു ദിവസമാണല്ലേ ഈ. ഓർക്കുമ്പോൾ തന്നെ നമുക്ക് നെഞ്ചു വീടയും കണ്ണു നിറയും. തീർച്ചയായും. കാരണം ഇതിന് പറയാൻ വാക്കുകളില്ല എന്ന് പറഞ്ഞാൽ മക്കളുടെ ഓർമ്മകൾ കണ്ടിട്ട്, അവരുപയോഗിച്ചിരുന്ന, അവരെ കുഞ്ഞുനാളിൽ അവരുപയോഗിച്ച കളിപ്പാട്ടങ്ങൾ, അവരുണ്ടാക്കിയ പൈസ, അവരുപയോഗിച്ചിരുന്ന പേന ഒക്കെ ആലോചിക്കുമ്പോൾ വലിയ വിഷമ, വലിയ പ്രയാസ. അതിന് ജാതിയും മതമൊന്നുമില്ല, എല്ലാം മക്കൾ തന്നെ, എല്ലാം നമ്മുടേത് തന്നെ. അങ്ങനെ മന്ത്രിമാർ ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ നിന്ന ആ കബറിടത്തിലേക്ക്, കുഞ്ഞുങ്ങളുടെ അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ആദ്യം എത്തിയിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ ഒന്ന് പോയി വരാം അഭിലാഷ്. ഇപ്പോൾ മന്ത്രി ടി സിദ്ദിഖ്, അനിൽകുമാർ എന്നിവർ ആണ് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ അനീഷ് സൈന ദമ്പതികൾ. അവർക്ക് 3 മക്കളായിരുന്നു. ദുരന്തത്തിന് ശേഷം അവർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇപ്പോഴും ഓർത്തെടുക്കാൻ പറ്റും. അയൽവാസികൾക്ക് തങ്ങളോട് അസൂയയായിരുന്നു എന്നായിരുന്നു ആ അമ്മ പറഞ്ഞത്. നിങ്ങൾക്ക് 3 ആൺമക്കളുണ്ടല്ലോ എന്നതിൻ്റെ. പക്ഷേ ആ 3 ആൺമക്കളെയും ആ ദുരന്തത്തിൽ നഷ്ടമാകുന്നു. തങ്ങളുടെ ഹീറോ അച്ഛനായിരുന്നു എന്നായിരുന്നു സൈന പറഞ്ഞത്. അനീഷ് എന്ന ആ അച്ഛൻ ഓർത്തെടുത്തത് ആ ദുരന്തത്തിൽ ഇരുണ്ട വെളിച്ചത്തിൽ തൻ്റെ ഇളയ മകൻ്റെ കൈ മാത്രമായിരുന്നു കാണാൻ സാധിച്ചത്. അവനൊരു പക്ഷേ ആ കൈ എല്ലാ ദിവസത്തേതും പോലെ ഒരു കൈ നീട്ടുമ്പോൾ അച്ഛൻ്റെ കരങ്ങൾ കരുത്തേകാനുണ്ടാകും എന്നന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടാകാം. പക്ഷേ ആ ചെളിയിൽ നിന്ന് അവനെ മുകളിലേക്ക് ഉയർത്താൻ തനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിയ അനീഷിൻ്റെ 3 മക്കളെയാണ് ആ ദുരന്തത്തിൽ നഷ്ടപ്പെട്ടത്. അവരുടെ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടങ്ങൾ, അവർ സ്വരൂപിച്ചു വെച്ചിരുന്ന നാണയത്തുട്ടുകൾ ഇപ്പോഴും മക്കൾ ജീവിച്ചിരിക്കുന്നു എന്ന് കരുതി ഓരോ ദിവസവും ഈ സ്മൃതി മണ്ഡപത്തിലെത്തി കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ നൽകിപ്പോകുന്നവർ, ബന്ധുക്കൾ, ഉറ്റവർ, ഉടയവർ. ഇതാണ് അവിടെ നിന്നുള്ള ദുരന്ത കാഴ്ചയുടെ ഒരു നേർചിത്രം എന്നതാണ്. ഇത് നമ്മൾ
ഓർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാഴ്ചയല്ല. പക്ഷേ അവരെ മറക്കാനും കേരളത്തിന് സാധിക്കില്ല എന്നതാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ ആ കുട്ടികളുടെ ശവകുടീരത്തിൽ ബന്ധുക്കളും ഉറ്റവരും ഉടയവരും അവരെ കാണാനെത്തുന്നവരുമൊക്കെ കളിപ്പാട്ടങ്ങൾ വെച്ച് മടങ്ങുന്ന കാഴ്ച. അനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്രയോ ആളുകൾ ജാതി മത വ്യത്യാസം ഇല്ലാതെ ഒരേ ഇടത്ത് അന്തിയുറങ്ങുന്ന കാഴ്ച. അത് നമ്മൾ ആരും ഇഷ്ടപ്പെടുന്ന ഒന്നല്ല.